Pradeep sir, good morning. Morning Jasmine, morning viewers. സർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ഈ ഒരു വീക്കിലത്തെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 24,900 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 എന്നുള്ള ഒരു നിലയിലേക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നിഫ്റ്റിയിൽ സാർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നിഫ്റ്റി 50യുടെ മേജർ റെസിസ്റ്റൻസ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു 24,900 പോയിന്റ്. അറ്റ് ദിസ് മൊമെന്റ് ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. പ്രദീപ് സർ, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഭേദപ്പെട്ട പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 6% കൂടുതൽ നേട്ടം, 360 പോയിന്റുകളിലധികം മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഒക്കെ തന്നെ വലിയ സപ്പോർട്ട് കഴിഞ്ഞ വാരത്തിൽ ഉടനീളം നമ്മൾ കണ്ടതുമാണ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നല്ല നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് അഗെയിൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. PSU ബാങ്കിങ് ഇൻഡെക്സിനോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള HDFC ബാങ്ക്, അതുപോലെ തന്നെ കോട്ടക് ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. അതിനെ തുടർന്ന് നമുക്കിപ്പോൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇത്രയും ശക്തി കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 55,900, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 56,480 പോയിന്റ്. പ്രദീപ് സർ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജൂബിലിയൻ ഫുഡ് വർക്സിന്റെ ഓഹരികൾ 6% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുകയാണ്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് സെക്കൻഡ് ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു അപ്ഡേറ്റിൽ കൺസോളിഡേറ്റഡ് റവന്യൂ നിയർലി 20% ഒരു അപ്ലിഫ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. ജൂബിലിയൻ ഫുഡ് വർക്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ജൂബിലന്റ് ഫുഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ ഒരു 3 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വലിയൊരു ഇടിവായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ കഴിഞ്ഞ 2-3 സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ്. ഇന്ന് ഒരു 4.34% റെക്കോർഡ് നേട്ടത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1,027 രൂപ എന്നുള്ളൊരു റെക്കോർഡ് നില രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു പോസിറ്റീവ് ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഈ ഒരു ഹൈ ലെവൽസിൽ ഫോർട്ടിസിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഫോർട്ടിസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നിഫ്റ്റി 50യുടെ കൂടെ ഈ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട് പെർഫോമൻസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇനി ശ്രദ്ധിച്ചിരിക്കാവുന്ന 2 മേജർ റെസിസ്റ്റൻസ് 1,030, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,050. എങ്കിലും കറന്റ് ഹൈ ലെവൽസിന് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രദീപ് സർ, IT ഇൻഡെക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1% ഒരു മുന്നേറ്റം നമുക്ക് IT ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇയർ ടു ടിൽ ഡേറ്റിലെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 21%-ലധികം ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പല IT സ്റ്റോക്സിലും ഇപ്പോൾ ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് വരുന്നു. എസ്പെഷ്യലി നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു ആഴ്ചയിലേക്ക് തന്നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് H1B വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഒരുപാട് വീഴ്ചകൾ IT ഇൻഡെക്സിലെ പല സ്റ്റോക്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു അവസരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സമയമാണോ? IT ഇൻഡെക്സിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റോക്സ് സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ. IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറി. IT ഇൻഡെക്സിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 35,290 പോയിന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 37,000 പോയിന്റില്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
നിഫ്റ്റി 50 ലീഡ് ചെയ്യുന്നത് മാക്സ് ഹെൽത്തിന്റെ ഓഹരികളാണ്. ഏകദേശം 3.36% ഒരു നേട്ടം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രകടനത്തിന് ശേഷം ഇന്നൊരു പോസിറ്റീവ് നോട്ടിലേക്ക് സ്റ്റോക്ക് മാറിയിട്ടുണ്ട്. മാക്സ് ഹെൽത്തിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? മാക്സ് ഹെൽത്തിന്റെ കേസിൽ നമുക്കൊരു മേജർ ടോപ്പ് കാണാൻ സാധിക്കുന്നത് ജൂലൈ 4 ആയിരുന്നു. 1314 രൂപയിലായിരുന്നു ആ ഒരു ടോപ്പ്. അതിനുശേഷം കഴിഞ്ഞ 3 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലും നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെങ്കിൽ 1205 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. പ്രദീപ് സർ, അവസാനമായിട്ട് FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് അതായത് നൈക്കയെ കുറിച്ചുള്ള ഒരു ടേക്കിലേക്കാണ്. 3% കൂടുതൽ ഒരു മുന്നേറ്റം ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടതിന് പിന്നാലെ ഇന്നിപ്പോൾ നൈക്ക രേഖപ്പെടുത്തുന്നുണ്ട്. നൈക്കയെ സംബന്ധിച്ചിടത്തോളം 246 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി മുന്നോട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നൈക്കയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നൈക്ക ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 240 രൂപ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 250, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 258, 265. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജോസ്മി.